ഇസ്രായേൽ കറണ്ട് കൊടുക്കണം, ഇസ്രായേൽ വെള്ളം കൊടുക്കണം, ഇസ്രായേൽ ആഹാരം കൊടുക്കണം. ഇസ്രായേൽ എല്ലാം കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നിട്ട് പാളുസ്തീൻ കിടന്ന് കരയുക ഇവിടെ കിടന്നിട്ട്. ഷജീർ കാട്ടവിള ഉമ്മയെ ഇങ്ങനെ പറഞ്ഞ് അപമാനിക്കാടാ. അതിന്റെ ഉമ്മ ഇന്ന് ഈദ് ആഘോഷിക്കുകയല്ലടാ. അവളെ ഇങ്ങനെ പച്ചയ്ക്ക് തെറി വിളിക്കാതെ അവള് പരവെടിയായിട്ട് കറങ്ങി നടന്ന് വെടിവെക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്, അവളെ പിടിച്ചു കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട് വീട്ടിയിരുത്ത്. എടാ ചങ്ങലയ്ക്ക് പിടിച്ച് വീട്ടിയിരുത്തടാ നിന്റെ ഉമ്മയെ പിടിച്ച്. അവള് പരവെടിയായി ഇന്നത്തെ ദിവസം പോലും അവൾക്ക് റെസ്റ്റ് ഇല്ലേടാ നിന്റെ ഉമ്മക്ക്. എടാ ഷജീർ കാട്ടവിള, നല്ല മോന്ത, നിന്റെ മോന്ത കണ്ടപ്പോഴേ അറിയാം നിന്റെ ഉമ്മ പരവെടിയായിട്ട് ഓടി നടന്നാ നിന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ആ പരവെടി തള്ളയെ ഉമ്മയെ പിടിച്ച് നീ കൊണ്ടുപോയി ചങ്ങലക്കിട്ട് വീട്ടിൽ പിടിച്ച് കെട്ടിയിട്. കേട്ടാ വിവരം കെട്ടവനെ, എന്തൊക്കെയാടാ നീയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള സ്റ്റോറി അങ്ങ് പ്രദർശിപ്പിച്ച മണിപ്പൂർ, എന്താടാ കേരള സ്റ്റോറി മണിപ്പൂറുമായിട്ട് എന്ത് ബന്ധം ഇരിക്കുന്നു? കേരള സ്റ്റോറി മണിപ്പൂറുമായിട്ട് എന്താടാ ബന്ധം ഇരിക്കുന്നത്? കേരള സ്റ്റോറി പറയുമ്പോൾ മണിപ്പൂറും പൊക്കി പിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവമല്ലത്, ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന മാത്രം സംഭവമല്ല, ലോകം മുഴുവനും നടക്കുന്ന സംഭവമാണ്. ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യാനി പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും യഹൂദ പെൺകുട്ടികളെയും അതുപോലെ മറ്റിതര പെൺകുട്ടികളെയും സിഖ് പെൺകുട്ടികളെല്ലാം മതം മാറ്റി കൊണ്ടുപോകുന്ന ചരിത്ര സത്യമാണത്. ഇവിടെ തന്നെ ഇസ്രായേലിൽ തന്നെ 20,000 പെൺകുട്ടികളെയാണ് ഇവന്മാർ മതം മാറ്റിക്കൊണ്ടുപോയത്. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും യഹൂദ പെൺകുട്ടികളെയും ഇവന്മാർ മതം മാറ്റിക്കൊണ്ടുപോയത് 20,000 പെൺകുട്ടികളെ. അവരുടെ അവസ്ഥ മുഴുവനും മഹാശോചനീയമാർ കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അപ്പിക്കുപ്പായത്തിലിട്ട് പീഡിപ്പിക്കുന്നതാണ് ജോലി. അവസാനം ഇസ്രായേലിലെ ഷബാക്ക് എന്ന് പറയുന്ന ഒരു രഹസ്യ ഏജൻസി പോയി ആ 20,000 പെൺകുട്ടികളിൽ 12,000 പേരെ മോചിപ്പിച്ച് കൊണ്ടുവന്നു. ബാക്കി 8,000 പെൺകുട്ടികൾ കിടക്കുവോ അവിടെ അടിമവലയത്തിനകത്ത്. ഇത് ലോകത്തിൽ മുഴുവനും നടക്കുന്ന സംഭവമാണ്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഇന്ന് ക്രിസ്ത്യാനികൾ മുഴുവനും ഈ അപ്പിക്കുപ്പായത്തിൽ കയറിക്കൊണ്ടിരിക്കുക, പെൺകുട്ടികൾ മുഴുവനും. കാരണം ഇവന്മാര് ഓഫർ കൊടുത്ത് അങ്ങ് ബോഡി ജിമ്മ്, ഈ ജിമ്മ്, ആ ജിമ്മൊക്കെ കാണിച്ച് വെള്ളയും അടിച്ച് കുറെ എന്തൊരു ക്രീം ഇറക്കിയിരിക്കുന്നത്, ക്രീം ഇറക്കിയിട്ടുണ്ട്, വെളുത്തിട്ട് പാറ്. എടാ വൃത്തികെട്ട ക്രിസ്ത്യാനി പെമ്പിള്ളാരേ, എടാ ഈ വെളുത്തിട്ട് പാർന്നതും കണ്ട് ഇവന്മാരുടെ പുറകെ പോയാലുണ്ടല്ലോ, ഇവന്മാരുടെ മുറിയണ്ടിയുടെ ബലവും തീർത്തിട്ട് ഇവന്മാർ പിടിച്ച് നിന്നെയൊക്കെ പിടിച്ച് അടിമയാക്കി ചങ്ങലക്കകത്തിടും. മനസ്സിലായോ? ബ്രിട്ടീഷ് ക്രീം, വെളുത്തിട്ട് പാറ്. ഇപ്പൊ വെളുത്തിട്ട് പാറാൻ വേണ്ടി കറങ്ങി നടക്കുക എന്തെല്ലാം ക്രീം ഉപയോഗിച്ചിട്ട്. മനസ്സിലായോ വിവരം കെട്ടവന്മാരെ? അവന്മാര് ബ്രിട്ടീഷ് ക്രീമും ഉണ്ടാക്കി വെളുത്തിട്ട് പാറി നടന്നിട്ട് കയ്യിരിപ്പും കാലിരിപ്പും റീലും അതും ഇതുമൊക്കെ ഇട്ടങ്ങ് പെമ്പിള്ളാരങ്ങ് വശീകരിച്ച് കൊണ്ടുപോകുന്നൊന്നും പുറം ലോകം പറയരുത് പോലും. പറഞ്ഞാൽ കേരള സ്റ്റോറി അങ്ങ് ഞങ്ങള് മണിപ്പൂറുമായിട്ട് അങ്ങ് കൂട്ടിക്കെട്ടും. മണിപ്പൂരിലെ കലാപം പോലും നിന്റെയൊക്കെ മതക്കാരുണ്ടാക്കിയിട്ടതാണ് ആ കലാപം. എടാ നാട്ടിലെ ജോൺസൺ അവന്റെ തേക്കടിയിലോ, അവന്റെ പേരെന്താ, ഒരു അച്ഛന്റെ പേരുണ്ടല്ലോ ജോൺസൺ തേക്കടിയില്, വൃത്തികെട്ടവൻ ചെറ്റ. അവന്റെ പേരെന്താ? ജോൺസൺ തേക്കടിയിലോ. ആ നാറിക്കുണ്ടായവനാണ് കേരളത്തിൽ സുഡാപ്പികളുടെ പണം മേടിച്ചിട്ട് വന്നിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി ഇത്രയും പ്രചരണമാക്കി വെച്ചത്. മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ അങ്ങ് പീഡിപ്പിക്കപ്പെടുന്ന പോലെ. ക്രിസ്ത്യാനികൾക്ക് അടങ്ങിയിരിക്കാൻ വയ്യ മണിപ്പൂരില്. ഇവന്മാരുടെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ എങ്ങനെയാണ് തോക്കും പണ്ടാരവും മറ്റതും മറിച്ചതും ഒക്കെ വന്നത്? ഭയങ്കര ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനിയല്ലേ? ക്രിസ്ത്യാനികൾ അവിടെ പോയി കത്തിക്കാൻ എന്തിനാ ഓടിയത്? അപ്പം എല്ലാം കണക്കുന്നത് 19 അവിടെ മണിപ്പൂരിൽ നടന്നത് കുറെ കുക്കിയും മെയ്ത്തികളും തമ്മിലുള്ള 2 വർഗ്ഗക്കാരും തമ്മിലുള്ള അടിയാ. അതിനെ അങ്ങ് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെച്ച് അങ്ങ് ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടി സുഡാപ്പികളുടെ പണം മേടിച്ച് ജോൺസൺ തേക്കടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ അച്ഛനെന്നുള്ള പേരും ഇട്ട് ലോകയും ഇട്ട് കറങ്ങി നടക്കുക. അവൻ ഒറ്റൊരുത്തനായി ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വഷളാക്കി കളഞ്ഞത് സംഭവത്തെ മുഴുവനെ. നാണം കെട്ടവൻ. എന്നിട്ട് മണിപ്പൂറും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക ഇവന്മാര്. മണിപ്പൂരിൽ നടക്കുന്നത് മുഴുവനും അവിടെ കുക്കിയും മെയ്ത്തികളും തമ്മിലുള്ള വർഗീയ കലാപം പണ്ട് തൊട്ടുള്ളതാണ്. ഇന്ന് നടക്കുന്നതും ഇന്നലെ നടക്കുന്നതുമല്ല. കലാപം കാത്തിരിക്കുന്ന തീവ്രവാദികളായിരിക്കുന്ന സുഡാപ്പികളും SDP-ക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമായ മേത്തി വിഭാഗത്തിൽ 2.5 ലക്ഷം മുസ്ലിങ്ങൾ അതിനകത്ത് കിടക്കുന്ന ഈ വൃത്തികെട്ട ജോൺസൺ തേക്കടിയിൽ എന്ന് പറയുന്ന അച്ഛനെന്ന് പറയുന്ന ശിഖണ്ഡിയോട്, നൈറ്റ് ഇട്ടവനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എന്ത് ചെയ്യാച്ചാ എന്ന് വെച്ചപ്പോൾ അവൻ പറയാണ് എവിടുത്തെ മുസ്ലിങ്ങളെല്ലാം പാവമാണ്, ഇവങ്ങ് വെളുപ്പിച്ചങ്ങ് വെള്ളയടിച്ച് പെയിന്റ് അടിച്ച് കൊടുക്കുക. നാറയ്ക്കുണ്ടായവൻ അറിയത്തില്ല മുസ്ലിങ്ങളുടെ സ്വഭാവം. എടാ 10 പേരവന്മാരവിടെ ഉണ്ടെങ്കിലും മതി, വേറൊന്നും വേണ്ട. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണയെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് കലാപം കാത്തിരിക്കുന്നവന്മാരാ, അതിനകത്ത് രസിക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്നവന്മാരാ. കലാപം കാത്തിരുന്ന്
ജിബി ഗ്യാസ് ഓഡിയസ് വെട്ടുകാട് പള്ളിയിൽ അൾത്താരയുടെ മുകളിലായ ഒരു കണ്ണിന്റെ പടമുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇലുമിനാറ്റികള്, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഇന്ന് കിടക്കുന്ന കത്തോലിക്കനും എല്ലാവരും ഇലുമിനാറ്റികളുടെ ശിഖണ്ഡികളാ. ഈ പോപ്പ് എന്ന് പറയുന്നവനെ ഇലുമിനാറ്റിന്റെ കീഴിൽ കിടക്കുന്നവനാ. അവന്റെ തലയിൽ താഴെ കിടക്കുന്നതിൽ ഈ വർഗം. അപ്പം ഈ സാത്താൻ വർഗ്ഗങ്ങൾക്കല്ലേ ഇത്യങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇലുമിനാറ്റുകൾ പൊതുവേ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ പിശാചുക്കളായ ഈ സാത്താനായ മുഹമ്മദ് കാമപുരാന്തനും കൂട്ടർക്കുവാ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ സുഡാപ്പികളോട് ഒരു പ്രത്യേക പ്രീണനം. തലശ്ശേരിയിലെ വിവാദങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കത്തില്ല പോലെ. എടാ വിവരം കെട്ടവന്മാരെ, നിനക്കൊക്കെ ക്രിസ്ത്യാനിയെ വഴി നടത്താൻ കഴിവില്ലെങ്കിൽ, തന്റെ ഇടമില്ലെങ്കിൽ നൈറ്റ് ഊരി വെച്ചിട്ട് ഇറങ്ങി പോയിനടാ. പോയി സുഡാപ്പികൾക്ക് കുഴലൂതി കൊടിയനടാ വിവരം കെട്ടവന്മാരെ. നിനക്കൊക്കെ തന്റെ ഇടമില്ലാന്നുണ്ടെങ്കിൽ എടാ ഇസ്രായേലിനെ നോക്കി പടിയടാ, ഇസ്രായേലിനെ നോക്കി പടിയടാ. കാട്ടൊലിവായിരിക്കുന്ന നിന്നെയൊക്കെ കൊണ്ടുവന്ന് നാട്ടൊലിവിൽ ഒട്ടിച്ചു എന്ന് പേരും പറഞ്ഞുകൊണ്ട് നീയൊക്കെ യേശുക്രിസ്തു ഞങ്ങളുടെ ദൈവം. യേശുക്രിസ്തു ആരാടാ നിനക്ക്? എടാ സാക്ഷാൽ യഹൂദനാ. നീ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നവൻ സാക്ഷാൽ യഹൂദനാ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? എടാ വിവരം കെട്ടവനെ, യേശുക്രിസ്തു ആരാണെന്ന് നിനക്ക്, യേശുക്രിസ്തു എന്ന് വെച്ചാൽ ആരാടാ നിനക്കൊക്കെ? ആരാടാ യേശുക്രിസ്തു? യേശുക്രിസ്തു എന്നൊരു ദൈവം ഉണ്ടോടാ വിവരം കെട്ടവനെ? എടാ യഹൂദനായിട്ടിരുന്ന യഹോശുവ മശിക എന്നുള്ള ആ ദൈവത്തെയാണ് നീയൊക്കെ പിടിച്ച് യേശുക്രിസ്തു എന്നുള്ള പേരിലുണ്ടാക്കി നിനക്കൊക്കെ ഒരു ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് യഹൂദന്മാർക്ക് നാണക്കേട്, നട്ടലില്ലാത്തവന്മാര്, കാലിന്റെ ഇടയിൽ കൂടി മൂത്രം ഒഴിക്കുന്നവന്മാര്, നീ ആരെ കണ്ടിട്ടാണ് കേരളത്തിൽ നാട്ടിൽ പേടിക്കുന്നത്? എടാ BJP ഭരിക്കുമ്പോൾ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ BJP ഭരിക്കുമ്പോൾ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ മോദി നിന്ന് ഭരിക്കുമ്പോൾ നീയൊക്കെ ശക്തി ആർജിക്കേണ്ട സമയമായി. ഈ സമയം കണ്ടം വഴി ഓടേണ്ടതും മുട്ടുകാലിലൂടെ മൂത്രം ഒഴിക്കേണ്ടതും ഈ സുഡാപ്പി വർഗങ്ങളാണ്. അവന്മാരടങ്ങിയിരിക്കണം. മര്യാദയ്ക്ക് ജീവിച്ചാൽ എന്ന് നമ്മൾ തിരിച്ച് അവന്മാരോട് പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ധൈര്യം. ഷിജോ നീ ആരുവാ? നിന്റെ തന്തയടാ. എടാ നിന്റെ തന്തയാടാ ഞാന്. നീ ആരുവാന്ന് ചോദിച്ചില്ലേ? നിന്റെ തന്ത. മനസ്സിലായടാ കഴിവേറി? നിന്റെ തന്തയാ ഞാന്. നട്ടലില്ലാത്ത നാറിക്കുണ്ടായവൻ. ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞ് ചെറ്റകളെ എന്റെ പേജിനകത്ത് പറഞ്ഞ് ക്രിസ്ത്യാനി ഞായിരിക്കാൻ ഏതെങ്കിലും ചെറ്റ മലയാളി ക്രിസ്ത്യാനി ചെറ്റകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കർണ അടിച്ച് പൊളിക്കും ചെറ്റകളെ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്റെ പേജിനകത്ത് കയറിയിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗ്ഗങ്ങൾ കയറി ന്യായീകരണമായിട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവരം കെട്ടവന്മാരെ, നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ട രീതിയിൽ നിർത്തിയില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നീയൊക്കെ കയറി അങ്ങ് തലയ്ക്കകത്ത് കയറി അങ്ങ് കയറി അങ്ങ് പോകും. നീയൊക്കെ വിവരം കെട്ടവന്മാരെ. സാത്താന്റെ ആധിപത്യവും ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുമ്പോഴത്തേക്കും കൂട്ടുപിടിച്ച് കൊട പിടിച്ചങ്ങ് കൊടുക്കുകയാ. നോക്കിപ്പടീനടാ ഇസ്രായേലിനെ നോക്കിപ്പട കേറി അങ്ങ്. ഈ യുദ്ധം എന്ന് പറയുന്നതുണ്ടല്ലോ, ഇത് കേവലം ഹമാസ് തീവ്രവാദികളോട് നടത്തുന്ന ഇസ്രായേലിന്റെ യുദ്ധമല്ല. ഇത് സാത്താനിക ശക്തികൾ ഭൂമിയിൽ വേരൂന്നുവാൻ വേണ്ടി, ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി, ഭൂമിയെ മുഴുവൻ കീഴടക്കുവാൻ വേണ്ടി അവന്മാർ നടത്തുന്ന പോരിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജനം നിന്നുകൊണ്ട് കർത്താവായ യഹോശുവ മശിഹയുടെ ഒപ്പം നിന്ന് നടത്തുന്ന യുദ്ധമാണ് ഈ യുദ്ധം.